നെടുമ്പാശ്ശേരിയിലേക്ക് നീട്ടുമ്പോൾ ഭൂഗർഭപാതയും പരിഗണിക്കേണ്ടി വന്നേക്കുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. കൊച്ചി മെട്രോയുടെ 7ാം വാർഷികത്തോടനുബന്ധിച്ച് ആലുവ മെട്രോ സ്റ്റേഷനിൽ സംഘടിപ്പിച്ച കലാസന്ധ്യയും പുസ്തകോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇപ്പോൾ സെക്കൻഡ് ഫേസിലെ ഞങ്ങൾ കാക്കനാട് നമ്മുടെ സിറ്റിക്ക് നമ്മുടെ എറണാകുളം സിറ്റി കാക്കനാടൊക്കെയാണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഇത്ര ഇപ്പോൾ മെയിൻ ടെൻഡർ എല്ലാം അവാർഡ് ചെയ്തു. അപ്പോൾ പണി ഇപ്പോൾ തുടങ്ങാൻ പോകുന്നുണ്ടോ നമ്മുടെ ഉദ്ദേശം ഞങ്ങളുടെ എല്ലാം ഏറ്റവും കൂടുതൽ എഫേർട്ടായിരിക്കും 2026 ജാനുവരി ഫെബ്രുവരിയിലെ ട്രെയിൻ റൺ ചെയ്യണം ആ സെക്ഷനിൽ. അത് പ്രകാരം ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ടോ. ഈ പ്ലാൻ നടപ്പായി പോയാലേ നമ്മുടെ 2026 ട്രെയിൻ നടത്താം. അതിലൊരു സംശയമൊന്നുമില്ല. അപ്പോൾ അതിൽ നമുക്ക് എല്ലാ ദിവസവും ഒരു 65,000 ആൾക്കാരെ അതിൽ യാത്ര ചെയ്യും ആ 11 കിലോമീറ്ററിൽ. കാരണം അവിടുത്തെ കാക്കനാട് ഇൻഫോ പാർക്ക് എല്ലാ ഈ സ്മാർട്ട് സിറ്റി ഉള്ളതുകൊണ്ട് ആ നമ്പർ നമുക്ക് കിട്ടും. നമ്മുടെ ആക്ച്വലി പഠനം നമുക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് മെട്രോ നീട്ടുന്നത് സംബന്ധിച്ച് പഠനം നടത്തിയപ്പോഴാണ് 1.5 കിലോമീറ്ററോളം ഭൂഗർഭപാത വേണ്ടി വന്നേക്കുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 1.5 വർഷത്തിനുള്ളിൽ മെട്രോ നെടുമ്പാശ്ശേരിയിലേക്ക് നീട്ടുന്നതിനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ പ്രിയപ്പെട്ട ഒരു ലൈൻ ഉണ്ട്, എല്ലാവരും കാണാൻ ശ്രമിച്ച് പറയും എയർപോർട്ടിലേക്ക് എപ്പോൾ ആണ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എയർപോർട്ടിന്റെ രണ്ട് സ്റ്റഡി ഉണ്ടായിരുന്നു. ആ 2 സ്റ്റഡി ഞങ്ങളിപ്പോൾ റെഡിയാക്കിയിട്ട് വച്ചിട്ടുണ്ടോ. പക്ഷേ അത് അപ്രൂവൽക്ക് വേണ്ടി ഒരു പ്രോസസ്സ് ഉണ്ട്. ആ പ്രോസസ്സിൻ്റെ കാര്യത്തിൽ ഒരു മീറ്റിംഗ് സ്റ്റേക്ക് ഹോൾഡർ മീറ്റിംഗ് നടത്തണം. ഈ മാസം നടത്താൻ വേണ്ടി ഞങ്ങൾ ഉദ്ദേശിച്ചത്. അത് കാരണമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോയാലേ കറക്റ്റായിട്ട് പോവുകയാണെങ്കിൽ ഒരു 1.5 വർഷത്തകത്തെ അപ്രൂവൽ കിട്ടാൻ സാധ്യത ഉണ്ടോ. അത് ഉണ്ടെങ്കിൽ ഇത് ഒരു 14 കിലോമീറ്റർ ലെങ്ത് ഒരു 16 കിലോമീറ്റർ ആവും. അതിൽ ഇപ്പോൾ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ടോ ചെറിയ പോർഷൻ ഒരു അണ്ടർഗ്രൗണ്ട് ആക്കാൻ വേണ്ടിയിട്ട്. അത് ഞങ്ങൾ ആക്ച്വലി പരിശോധിച്ചിട്ട് ടെക്നിക്കലി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടോ. അത് ആക്കട്ടെ. പിന്നെ ഈ ഭാവിയിലെ ഡെഫിനറ്റ് ഇന്നോ ഇല്ലെങ്കിൽ നാളെ എയർപോർട്ട് കണക്റ്റ് ആകും. അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇതൊന്നുകൊണ്ട് പേഴ്സണൽ എൻ്റെ ഒരു ഫീലിംഗ് ആണ്. ചിലപ്പോൾ ഞാനുള്ള സമയത്ത് ചിലപ്പോൾ ആയിരിക്കില്ല, പക്ഷേ എൻ്റെ സക്സസർക്ക് ആർക്ക് പൂർത്തിയാക്കും. മൂന്നാമത്തെ കാര്യം ഞാൻ പറയാൻ പോകുന്നത് വാട്ടർ മെട്രോയുടെ. ഇപ്പോൾ വാട്ടർ മെട്രോയുടെ കംപ്ലീറ്റ് അദ്ദേഹം മിസ്റ്റർ പോൾ പറഞ്ഞ പോലെ ഓൾ സ്റ്റേഷൻസ് ഇപ്പോൾ ഒരു വർഷത്തെ അകത്തെ 20 ലക്ഷം ആൾക്കാർ 2 മില്യൺ ആൾക്കാർ ട്രാവൽ ചെയ്തിട്ടുണ്ടോ. അത് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. ഞങ്ങളുടെ കണക്ക് ഭയങ്കര ലോ ആയിരുന്നു. പക്ഷേ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്തു. ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. ആൾക്കാർ പറയുന്നത് ഇത് വളരെ നല്ല സംവിധാനങ്ങളാണ്. അതുകൊണ്ട് പിന്നെ ഇപ്പോൾ കൂടുതൽ സ്റ്റേഷനുകളെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് കൂടുതൽ ബോട്ട് നമുക്ക് റണ്ണ് ചെയ്യണം. അത് ഞങ്ങളിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. 1.5 വർഷം എനിക്ക് എൻ്റെ കണക്ക് പ്രകാരം 1.5 വർഷം ഇനി പിടിക്കും എല്ലാം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ 1.5 വർഷം അകത്ത് പിന്നെ ആക്ച്വലി സ്ലോലി കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ 10 സ്റ്റേഷനുണ്ടോ, പിന്നെ 12 ആകും, 12-ന് 13 ആവും, 11 20 ആവും, അങ്ങനെ രീതിയിൽ പോവും. പക്ഷേ വളരെ ആക്ച്വലി ഒരു സസ്റ്റൈനബിൾ ട്രാൻസ്പോർട്ട് സിസ്റ്റം ആയതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പോൾ മുണ്ടാടൻ അധ്യക്ഷത വഹിച്ചു. PA ഹംസക്കോയ, KJ പ്രകാശ്, ബേബി കരുവേലിൽ എന്നിവർ സംസാരിച്ചു. കിഴക്കേ കടുങ്ങല്ലൂർ നരസിംഹ ചൈതന്യത്തിന്റെ കൈകൊട്ടിക്കളിയും പറവൂർ ക്ലാസിക് കമ്മ്യൂണിക്കേഷൻസിന്റെ കരോക്കെ ഗാനമേളയും അരങ്ങേറി. ചടങ്ങിൽ മാധ്യമപ്രവർത്തക രാജശ്രീ പന്തപ്പിള്ളിയെ പുരസ്കാരം നൽകി അനുമോദിക്കുകയും ചെയ്തു.
പബ്ലിക് പ്ലാറ്റ്ഫോം ട്രസ്റ്റും പൗരൻ പബ്ലിക്കേഷൻസും ചേർന്നാണ് ഒരാഴ്ച നീളുന്ന കലാസന്ധ്യയും പുസ്തകോത്സവവും ഒരുക്കിയിട്ടുള്ളത്. പൗരൻ പബ്ലിക്കേഷൻസിൽ പുസ്തക സ്റ്റാളിൽ 50% ഡിസ്കൗണ്ടാണ് പുസ്തകങ്ങൾക്ക് നൽകുന്നത്. ഇതോടൊപ്പം കോമോസെൻസിന്റെ ആർട്ട് ഗാലറിയും ഒരുക്കിയിട്ടുണ്ട്. ആർട്ട് ഗാലറി സന്ദർശിക്കുന്നവരുടെ ചിത്രങ്ങൾ തത്സമയം വരച്ചു നൽകാൻ ഒരു ചിത്രകാരനും ഒരു ചിത്രകാരിയുമുണ്ട്. ആർട്ട് ഗാലറിയിൽ നിന്നും ചിത്രങ്ങളും വിലയ്ക്ക് വാങ്ങാം. ഫലവൃക്ഷങ്ങളുടെ സ്റ്റാളും വിവിധ ഇനം അച്ചാറുകളുടെ സ്റ്റാളും ഇതോടൊപ്പമുണ്ട്. പൗരൻ ന്യൂസ് ബ്യൂറോ, ആലുവ. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, തോട്ടയ്ക്കാട്ടുകര, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്. നിത്യഭക്ഷണത്തിലൂടെ ആരോഗ്യവും ആനന്ദവും എന്ന ആശയത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഞങ്ങളുടെ ഈ സ്ഥാപനത്തിൽ പൂർണ്ണമായും ജൈവ കർഷകരിൽ നിന്ന് ശേഖരിക്കുന്ന വിവിധ ഇനം ഉൽപ്പന്നങ്ങൾ ലഭ്യമാണ്. ബ്ലാക്ക് റൈസ്, രക്തശാലി, നവര, ചെന്താടി, പാലക്കാടൻ കുത്തരിയും മില്ലറ്റ്സുകളായ റാഗി, വരക്, പനിവരക്, തിന, മണിച്ചോളം, അട്ടപ്പാടി റാഗി, കമ്പം എന്നിവ ആരോഗ്യ പരിരക്ഷയ്ക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു. GI സർട്ടിഫിക്കേഷനുള്ള മറയൂർ ശർക്കര, വെച്ചൂർ പശുവിൻ നെയ്യ്, ബ്രൗൺ ഷുഗർ, ഓർഗാനിക് സർട്ടിഫൈഡ് എസൻഷ്യൽ ഓയിൽ കൂടാതെ മറ്റെല്ലാത്തരം നാച്ചുറൽ ഉൽപ്പന്നങ്ങളും ആലുവ നാച്ചുറൽസിന്റെ സവിശേഷതയാണ്. രാമച്ച വേരുകളാൽ നെയ്തെടുത്ത രാമച്ച ചെരുപ്പുകൾ, വെരിക്കോസ് വെയിൻ, സന്ധിവേദന എന്നിവയ്ക്ക് ആശ്വാസമേകുന്ന ഈ അപൂർവ പാദരക്ഷകളും ഇവിടെ ലഭിക്കും. ക്ലാസ് 1 മുളക്, മഞ്ഞൾ, മല്ലിപ്പൊടി, മസാലപ്പൊടി, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ എള്ളെണ്ണ, നാടൻ ഉൽപ്പന്നങ്ങളായ കാട്ടുതേൻ, പാലക്കാടൻ കൊണ്ടാട്ടങ്ങൾ, അച്ചാറുകൾ, കുടംപുളി, വാളൻപുളി, തേയില, കാപ്പിപ്പൊടി കൂടാതെ എല്ലാത്തരം ഇക്കോ ഫ്രണ്ട്ലി ഉൽപ്പന്നങ്ങളുടെയും അപൂർവ ശേഖരമാണ് ആലുവ നാച്ചുറൽസ്. കങ്കൻ വാട്ടർ യുവത്വം നിലനിർത്താൻ സഹായിക്കും. കരൾ, വൃക്ക, ഹൃദയം തുടങ്ങിയ എല്ലാ ശരീര അവയവങ്ങളുടെയും പ്രവർത്തനം സുഗമമാണ്. കങ്കൻ വാട്ടർ, എ ഹെൽത്തി ഡ്രിങ്കിംഗ് വാട്ടർ. കങ്കൻ വാട്ടർ അവൈലബിൾ ഇൻ ആലുവ നാച്ചുറൽസ്. ആലുവ നാച്ചുറൽസ്, ആലുവയുടെ ജൈവ കലവറ, ഓപ്പോസിറ്റ് ഇമ്പീരിയൽ പാർക്ക് അപ്പാർട്ട്മെന്റ്സ്, ഓൾഡ് ദേശം റോഡ്, തോട്ടയ്ക്കാട്ടുകര, ആലുവ.